IPL വിശേഷങ്ങളുമായ #ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നു മുതലാണ് IPLന്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കുന്നത്. ഇന്ന് പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ആദ്യത്തെ ക്വാളിഫയർ മത്സരം നടക്കാനിരിക്കുന്നത്. നാളെ ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ എലിമിനേറ്റർ മത്സരവും നടക്കാനിരിക്കുന്നു. ഇന്ന് ജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് കടക്കും. തോറ്റ ടീമാകട്ടെ നാളത്തെ എലിമിനേറ്റർ മത്സരത്തിൽ വിജയിക്കുന്ന ടീമുമായി മത്സരിക്കും. അതിൽ ജയിക്കുന്ന ടീമായിരിക്കും ഫൈനലിലേക്ക് കടക്കുന്ന മറ്റൊരു ടീം. പ്ലേ ഓഫ് മത്സരങ്ങൾ എത്തി നിൽക്കെ പല ടീമുകൾക്കും ഇപ്പോൾ വലിയ തിരിച്ചടികളാണ് നേരിട്ടിരിക്കുന്നത്. പല വിദേശ താരങ്ങളും ഇപ്പോൾ അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. പ്ലേ ഓഫ് മത്സരങ്ങളിൽ അവരുടെ സാന്നിധ്യം ടീമുകൾക്ക് നഷ്ടമായിരിക്കുകയാണ്. ഓരോ ടീമിലെയും പ്ലേ ഓഫിന് അവൈലബിൾ അല്ലാത്ത താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. RCBയെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമായത് ജേക്കബ് ബത്തലിനെയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള വൈറ്റ് ബോൾ സീരീസ് മത്സരങ്ങൾ കളിക്കാനായി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. എന്നാൽ ജേക്കബ് ബത്തൽ മടങ്ങിപ്പോയതുകൊണ്ട് RCBയെ കാര്യമായിട്ടൊന്നും ബാധിക്കുകയില്ല. കാരണം കൂടുതൽ അവസരങ്ങൾ ഈ സീസണിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന് പകരമായിട്ട് ന്യൂസിലൻഡ് താരം ടിം സിഫോർട്ടിനെ റീപ്ലേസ് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ മറ്റൊരു താരം ലുങ്കി എങ്കഡിയാണ്. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. WTC ഫൈനൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലന ക്യാമ്പിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയത്. ഈ രണ്ട് താരങ്ങളല്ലാതെ RCBയിൽ നിന്നും മറ്റാരും തന്നെ മടങ്ങിപ്പോയിട്ടില്ല. ഇനി ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ടോപ്പ് 3 ബാറ്റർമാരിൽ ഏറ്റവും പ്രധാന താരമായ ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലറിനെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ഈ സീസണിൽ ഗുജറാത്തിന് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ജോസ് ബട്ട്ലർ. അതുകൊണ്ട് തന്നെ GTക്ക് വലിയൊരു തിരിച്ചടിയാണിത്. മറ്റൊരു താരം കാഗിസോ റബാഡയാണ്. WTC ഫൈനലിന് വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാർക്കോ യാൻസൺ മാത്രമാണ് അവർക്ക് നഷ്ടമായത്. യാൻസന്റെ മടക്കം അത്ര തന്നെ പഞ്ചാബിനെ ബാധിക്കുകയുമില്ല എന്ന് തന്നെ പറയാം. ഇനി മുംബൈ ഇന്ത്യൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് മുംബൈക്കുണ്ടായിരിക്കുന്നത്. മുംബൈയുടെ ഓപ്പണർ താരങ്ങളിൽ ഒരാളായ റിയാൻ റക്കൽട്ടൺ WTC ഫൈനലിന് വേണ്ടി നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സീസണിൽ മുംബൈക്ക് വേണ്ടി വളരെ നല്ല ഫോമിൽ കളിക്കുന്ന താരമാണ് അദ്ദേഹം. തീർച്ചയായും റക്കൽട്ടൻ്റെ അഭാവം ടീമിനെ നന്നായി തന്നെ ബാധിക്കും. മറ്റൊരു താരം വിൽ ജാക്സ് ആണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും നല്ലൊരു പ്രകടനമാണ് മുംബൈക്ക് വേണ്ടി വിൽ ജാക്സ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ രണ്ട് താരങ്ങളുടെയും കുറവ് തീർച്ചയായും മുംബൈക്ക് അവരുടെ ടീം കോമ്പിനേഷനെ തന്നെ നന്നായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു താരം സൗത്ത് ആഫ്രിക്കൻ താരമായ കോർവിൻ വോസ്കാണ്. അദ്ദേഹത്തിനും ഈ സീസണിൽ കൂടുതൽ അവസരം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവം ടീമിനെ കാര്യമായിട്ടൊന്നും ബാധിക്കുകയില്ല. അപ്പോൾ നിലവിലെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് ഈ താരങ്ങളുടെ പേരുകൾ മാത്രം വന്നിട്ടുള്ളത്. ഏതായാലും ബാക്കിയുള്ള എല്ലാ വിദേശ താരങ്ങളും IPL ഫൈനൽ കഴിയും വരെ ടീമിലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ 3-നാണ് ഫൈനൽ മത്സരം നടക്കാനിരിക്കുന്നത്. ആരൊക്കെയാണ് ഫൈനലിലേക്ക് കടക്കുന്ന ടീമുകളെന്ന് നമുക്ക്